ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി ഞാൻ റീനു. നക്ഷത്രമേ, നീ മിഴികളടയ്ക്കരുത്, അതിലെൻ്റെ സ്വപ്നവും പ്രണയവുമുണ്ട്. നിന്റെ മിഴിനീർ തുള്ളികൾ അടരരുത്, അതിൽ ഞാൻ ജീവിച്ചു കൊള്ളട്ടെ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ദീപാവലി എന്നുള്ളത് മാത്രമല്ല. ഓക്കെ, അത് വിഷയം മറന്നുപോയി. ഹാപ്പി ദീപാവലി ഓൾ. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ ഞാൻ വന്നില്ല. എന്താ അറിയോ? തൊണ്ടവേദന, ടോൺസിലൈറ്റിസ് ആയിരുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഒരു ലിസണറാണ് ലവ് സ്റ്റോറി ഷെയർ ചെയ്യാനെത്തുന്നത്. ആളെ പരിചയപ്പെടണ്ടേ? പരിചയപ്പെടാം. പക്ഷേ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. എൻ്റെ കൂടെ ഒരു ലിസണറും കൂടി എത്തിയിട്ടുണ്ട് ഒരു ലവ് സ്റ്റോറി പറയാനായിട്ട്. ഈ ലിസണറുടെ പേരെന്താ? ഫ്രെഡി. പ്രണയിച്ച് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം 4.5 കൊല്ലം കഴിഞ്ഞു. പ്രണയം ഉണ്ടോന്ന് ഞാൻ ചോദിക്കേണ്ട വന്നില്ല. ഇല്ല, 4.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടിയാണോ പ്രണയിച്ചത്? അതെ. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രണയം എന്ന് പറയുമ്പോൾ ഫ്രെഡിയുടെ മനസ്സിലേക്ക് എന്താ വരിക? എൻ്റെ കുട്ടി. അത് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആൻസറാ. ഈ കുട്ടിയെ കുറിച്ചൊന്ന് വർണ്ണിക്കോ? വർണ്ണിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എൻ്റെ കുട്ടി അത്രേ ഉള്ളൂ, പൂർണ്ണമല്ല. അവളോട് പ്രണയം തോന്നാനുള്ള കാര്യം എന്താ? കാരണങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടിയിലുണ്ടായിരുന്നു. അതായത് ആത്മാർത്ഥ പ്രണയമാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവളെ ഞാൻ പ്രണയിക്കുന്നു. കാരണങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ സാധാരണ ആമ്പിള്ളേര് പറയണ പോലെയുള്ളവർ കാഴ്ചപ്പെടുന്നില്ല. എന്നെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. പിന്നെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നില്ല എനിക്ക് താല്പര്യം. കുറച്ച് നമ്മളെ കൂടി എൻജോയ് ചെയ്യാനും ആളെങ്ങനെയാണ്. പിന്നെ ആവശ്യം ട്രെൻഡിയാണ്, എല്ലാം കൂടി ആയിട്ടുള്ളവർ എല്ലാവരും. പിന്നെ മെയിൻലി എൻ്റെ വീട്ടുകാരായിട്ട് ഇണങ്ങി പോകുന്നൊരു സ്വഭാവം. ചോദ്യങ്ങൾ തുടങ്ങിയിട്ട് മാത്രമല്ല കേട്ടോ ഫ്രെഡി, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം തരണം, ഞാൻ കേട്ടുകൊണ്ടിരിക്കണം. ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഫ്രെഡി, ഇവിടെ മാത്രം കണക്കിന് റൊമാൻസ്. അതാ എന്ന മൂവിയിലെ സോങ്ങാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങൾ കേട്ടത്. ഞാൻ റീനു, എൻ്റെ കൂടെ ഒരു പ്രണയ നായകനുണ്ട് ഫ്രെഡി പറ, എന്നാണ് ഈ കുട്ടി ആദ്യമായിട്ട് കാണുന്നത്? ഒരു ഒക്ടോബറിലാണ്. എവിടെ വെച്ചിട്ട്? പറയുകയാണെങ്കിൽ അതൊരു പള്ളി വെച്ചിട്ടാ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന കളക്ഷൻ എടുക്കാനാണ്. അല്ല, ഇത് കളക്ഷൻ എടുക്കാനായിട്ടല്ല പോയത്. ആക്ച്വലി ഇപ്പൊ പള്ളിയിലൊരു സംഭവമുണ്ട്, മിഷൻ സൺഡേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളിങ്ങനെ വീടുകളിലെല്ലാം ചെന്നിട്ട്. അല്ല, അതല്ല, ഇത് പള്ളിയില് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ഒരു മിഷൻ സൺഡേ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എനിക്കറിയാം. അപ്പൊ ആ ഫംഗ്ഷന് പോയതാ. അവിടെ വെച്ച് കണ്ടു. ആക്ച്വലി ഈ കുട്ടിയുടെ ഫ്രണ്ട്സിനെ എനിക്കറിയായിരുന്നു. ഒരു 4 months പുറകെ നടന്നു. ഫ്രെഡി അവിടെ പുറകെ നടക്കേണ്ടി വന്നു. എന്നിട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് 4 മാസത്തിന് ശേഷം, ആദ്യമൊക്കെ അവോയ്ഡ് ചെയ്തു. ദെൻ 4 മാസത്തിന് ശേഷം. പക്ഷേ കണ്ട ദിവസം തന്നെ പ്രണയം തോന്നിയോ? പ്രണയം തോന്നിയ കൊണ്ടാണല്ലോ അന്ന് മുതൽ പുറകെ നടന്നത്. അന്ന് മുതൽ നമ്മൾ പുറകെയാണ്. ഇല്ല, അന്ന് ഞാൻ പേര് അന്വേഷിച്ചു, ആളെങ്ങനെയാണ് എവിടെയുള്ളതെന്നൊക്കെ അന്വേഷിച്ചു. ദെൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു. പിന്നെ കാര്യം പറഞ്ഞു ഫ്രണ്ട്സിന്റെ അടുത്ത്. പിന്നെ അവര് എൻ്റെ ഒരു അഭിപ്രായത്തില് പ്രണയം പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞേക്കാൻ പറ്റും. അപ്പൊ എനിക്ക് അവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. പക്ഷെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. You are listening to Love Bites on Club FM with Reenu and Freddy. ഫ്രെഡി നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ട്സ് വഴിയല്ല പ്രണയം പറയുമ്പോൾ നേരിട്ട് പറയണമെന്ന്. എന്തെങ്കിലും ഒരു ദുരനുഭവം നമുക്കുണ്ടായോ? ഇല്ല, അങ്ങനെ ദുരനുഭവം എന്ന് പറയില്ല. ഫസ്റ്റ് ഞാൻ എൻ്റെ കുട്ടീനായിട്ട് തന്നെ സംസാരിക്കുന്നത് ഫോണിൽ കൂടി. അത് ഇവരുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ അത് ഫസ്റ്റ് വിളിക്കുന്ന വേണ്ട, താല്പര്യമില്ല, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മതി എന്ന് പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അങ്ങോട്ട് വിളിക്കുന്നത് ഇല്ല, എന്നെ ഇങ്ങോട്ട് ഇവരുടെ ഫ്രണ്ട്സ് പറഞ്ഞ് എല്ലാരും കൂടി വിളിപ്പിച്ചു, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ. പക്ഷെ ഞാൻ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടിന്യൂ എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. പിന്നെ പ്രേമിച്ച് കറങ്ങി നടന്നൊന്നും ഇതാകാനായിട്ട് എനിക്ക് ടൈമും ഇല്ല, അതിന് താല്പര്യമില്ല. ഏകദേശം കല്യാണത്തിന്റെ ടൈം ആകുമ്പോഴേക്കും പാരന്റ്സ് വരും, ചോദിക്കും, ഉറപ്പിക്കാം. പിന്നെ അതിനു മുമ്പ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പ്രണയിക്കാം.
ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് മുന്നേ ശരിക്കും പ്രണയിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തേണ്ട കാര്യമുണ്ടോ? പരസ്പരം കുറച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. മെയിൻലി എൻ്റെ പപ്പയും അമ്മയും പ്രണയിച്ചാ കിട്ടിയത്. നമുക്കപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം കിടപ്പുണ്ട്. പാരമ്പര്യത്തിൻ്റെ അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രണയിച്ച് കെട്ടണേ കുറച്ചും കൂടി ബെറ്റർ. എന്ന് വെച്ചാൽ എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട്, പ്രണയിച്ച് കെട്ടിയവരുണ്ട്, പ്രണയിച്ച് അല്ലാണ്ടുള്ളവരുണ്ട്. പക്ഷെ രണ്ടുപേർക്കും പല ടൈപ്പുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ലൈഫിൽ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രണയിച്ച് കെട്ടണയാണ് കുറച്ചും കൂടി ബെറ്റർ. വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാകാനുള്ള ഒരു കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കാം. യെസ്, ക്ലബ് എഫ്എമ്മിന്റെ ലവ് ബൈറ്റ്സിൽ എത്ര തവണ റീണു പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിക്കുമ്പോൾ പ്രണയിച്ച് കല്യാണം കഴിക്കണം, രണ്ടുപേരും പരസ്പരം മുഴുവനായും മനസ്സിലാക്കണം അല്ലേ? കേട്ടുകൊണ്ടിരിക്കൂ ലവ് ബൈറ്റ്സ്. കാരണം റീനുവിൻ്റെ കൂടെ പ്രണയനായകൻ ഫ്രെഡിയാണ്. ഫ്രെഡിയുടെ അടുത്ത് നീണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.